കോൺഗ്രസ് എം പി ശശി തരൂരിനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത പത്മജ വേണുഗോപാൽ താൻ മുമ്പ് പറഞ്ഞത് തെറ്റല്ല എന്ന് ഇപ്പോൾ തരൂർ പറയുന്നത് കേട്ടപ്പോൾ ബോധ്യമായില്ലേ എന്നും പത്മജ പറയുന്നുണ്ട്. തരൂരിനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പക്ഷേ അദ്ദേഹമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പത്മജ പറഞ്ഞു. കെ.പി.സി.സിയുടെ പല യോഗങ്ങളിലും താൻ പോകുന്ന വേളയിൽ ശശി തരൂരിനെ കാണാറില്ല, വിളിച്ചിട്ടില്ല എന്നാണ് മറുപടി ലഭിക്കാറ്. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ, എന്നിട്ടും ഒരു പരിപാടിക്കും തരൂരിനെ പങ്കെടുപ്പിക്കില്ല. കോൺഗ്രസുകാർ അയിത്തം പോലെ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന രീതിയാണ് ഉള്ളതെന്നും പത്മജ പറഞ്ഞു. ഏത് പാർട്ടി വേണം എന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂരാണ്, നമ്മൾ പോയി വിളിക്കേണ്ട ആളല്ല. ഇനിയും കോൺഗ്രസിൽ തരൂർ തുടരുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുമില്ല. അത്രമാത്രം അദ്ദേഹത്തെ അപമാനിച്ചിട്ടുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനങ്ങളേറെയാണ്. ശശി തരൂർ നല്ലോണം സംസാരിച്ചു, ഇരുവരും തിരിച്ചും പറഞ്ഞിരുന്നു. ശേഷം മുകളിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാവരും വാലും ചുരുട്ടി പിന്നോട്ട് പോയി. ഇതാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം സ്ഥിരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാരാകാൻ എത്ര പേരാണ്? എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ടി വരും, അല്ല എങ്കിൽ മറ്റുള്ളവർ പാലം വലിക്കുമെന്നും പത്മജ പരിഹസിക്കുന്നുണ്ട്. എല്ലാ കോൺഗ്രസ് നേതാക്കളും പോയി ഡൽഹി കണ്ടുവരും, അല്ലാതെ ഒന്നും നടക്കില്ല. പുനഃസംഘടന എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ഇന്ന് വരെ ഒരു DCC സെക്രട്ടറിയെ പോലും മാറ്റിയിട്ടുമില്ല. കോൺഗ്രസിന് ശക്തിയുണ്ടായിരുന്ന തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് DCC അധ്യക്ഷനെ വെക്കാൻ പറ്റുന്നില്ല അത്രേ. ആളില്ല എന്നാണ് പറയുന്നത്. ഇത്ര ഗതികേടാണോ കോൺഗ്രസിന് എന്നും പത്മജ വേണുഗോപാൽ ചോദിക്കുന്നുണ്ട്. ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ച പത്മജയുടെ വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ശശി തരൂർ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് ശ്രദ്ധയോടെ കേൾക്കുമെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ്, ശശി തരൂർ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനെ മാറ്റുമെന്ന പ്രചാരണം ശരിയല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. കെ. സുധാകരൻ മാറേണ്ട സാഹചര്യമില്ല എന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ നിൽക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്ന വിവരം. മാത്രമല്ല, ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുകയില്ല എന്നും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വിവാദങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി വലിയ തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല എങ്കിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള ചരടുവലികളെല്ലാം തന്നെ നടന്നിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം ശശി തരൂരിനെ സംബന്ധിച്ച് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന CPM-ലേക്ക് ചേക്കേറേണ്ടതുണ്ടോ അതോ ബി.ജെ.പിയിലേക്ക് കടന്നുകൂടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നതായും അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ ഈ അഭ്യൂഹങ്ങളെല്ലാം തന്നെ തച്ചുടച്ചുകൊണ്ടായിരുന്നു പിന്നീട് ശശി തരൂരിന്റെ കടന്നുവരവ്. താൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാഹുൽ ഗാന്ധി തരൂരിന് മുന്നിലേക്ക് 2 വമ്പൻ ഓഫറുകൾ വെക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഒരുപക്ഷെ രാഹുലിന് ശേഷമുള്ള വലിയ പദവി അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും നിർണായകമായ തീരുമാനം ഉണ്ടാവുക എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ അതേസമയം പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ അത്ര നിസ്സാരം തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. പത്മജ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം കോൺഗ്രസിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവയെല്ലാം തന്നെ കൃത്യമായി അർത്ഥവത്തായി തന്നെ പിന്നീട് വന്നതായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുരളീധരന്റെ പരാജയം പത്മജ വേണുഗോപാൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല, മുരളീധരനെ ബി.ജെ.പിയിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുരളീധരൻ അത് നിരസിക്കുകയായിരുന്നു. മാത്രമല്ല, പത്മജയുടെ വാക്കുകൾക്ക് വലിയ തരത്തിലുള്ള വിമർശനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. പക്ഷേ പിന്നീട് കാലങ്ങൾക്ക് ശേഷം പത്മജ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ് എന്ന് തെളിയുകയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും വിമർശിക്കുകയും പകരം ശശി തരൂരിനോട് ബി.ജെ.പിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ഷണം ശശി തരൂരിന് ഗുണമോ ദോഷമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. മാത്രമല്ല, തരൂര് ഇനി ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന പദവികൾ എന്തായിരിക്കും എന്നുള്ള ചോദ്യവും അവിടെ ഏറെ പ്രസക്തം തന്നെയാണ്. കാരണം കോൺഗ്രസിലെ പോലെയല്ല ബി.ജെ.പിയിലുള്ളത് എന്നതും ബി.ജെ.പിയിൽ ഇപ്പോൾ തലപ്പത്ത് നിൽക്കുന്ന നേതാക്കളൊന്നും തന്നെ അവരവരുടെ അധികാരങ്ങൾ വെച്ചുമാറാൻ തയ്യാറാകില്ല എന്നതും തരൂരിനെ സംബന്ധിച്ച് വെല്ലുവിളി തന്നെയാണ്.